പൊങ്കാല ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഞാനിതിനു മുമ്പ് വീട്ടില് ഞങ്ങള് കഴിഞ്ഞ കൊല്ലം ഇട്ടായിരുന്നു. അത് നന്നായിട്ട് ഇട്ടായിരുന്നു. അപ്പൊ അന്നോട്ട് കുറെ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അമ്മയ്ക്ക് പകരം ഞാനാണ് ഇടുന്നത്. അപ്പൊ സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആഗ്രഹം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് എന്താ പറയാ, ദേവിക്ക് സമർപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങള് COVID-19 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, അതിന് മുമ്പ് തന്നെ ഞങ്ങള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഇടണം എന്ന്. പിന്നെ പറ്റിയില്ല, കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇനി ഇപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. വേറെ എന്തെങ്കിലും അനുഭവങ്ങള് ഭയങ്കര സന്തോഷമുണ്ട്. പൊതുവേ ഞങ്ങള് കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല വീട്ടിൽ തന്നെയായിരുന്നു ഇട്ടത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ വ്രതമൊക്കെ എടുത്ത് ആ ടൈം 1 മണി തെളിക്കുന്നവരെ, നമ്മൾ ഈ നേദിക്കുന്നവരെ ഞങ്ങള് ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ഭയങ്കര വ്രതം വെച്ചിരുന്നാ ചെയ്തത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗ്യമായിരിക്കാം ഇപ്പൊ വന്ന് ഇടാനുള്ളൊരു ആഗ്രഹം. അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരെ വരുന്നത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഞങ്ങള് കുറെ നാളായി ഇട്ടിട്ട്. COVID-19 ഒക്കെ മുമ്പായിരുന്നു അതിനും കുറച്ച് നാളായി ഇട്ടിട്ട്. അപ്പൊ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇപ്പൊ സന്തോഷമുണ്ട്. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. പൊങ്കാല എനിക്ക് എണ്ണം തന്നെ അറിയില്ല, സത്യം പറഞ്ഞ ഓർമ്മയില്ല. കുറെ വർഷമായി, എന്തായാലും 10 കഴിഞ്ഞിട്ടുണ്ടായി. എന്തായാലും അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ തന്നെ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളല്ല, എന്നാലും നമ്മുടെ അസുഖങ്ങളായാലും കാര്യങ്ങളായാലും എല്ലാം നടക്കുന്നുണ്ട്. മക്കളുടെ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നത്. അതൊക്കെ നമ്മുടെ വിചാരം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആണെന്നുള്ള വിശ്വാസം. ആഗ്രഹിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ദൂരത്തുനിന്ന് വരും. അപ്പം ഞങ്ങൾക്ക് നിൽക്കാനൊരു സൗകര്യം അവിടുന്ന് കിട്ടിയിട്ടില്ല, ആറ്റുകാല്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ റൂം എടുത്തെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് കണ്ടപ്പോൾ നമ്മൾ അറിയുന്ന പരിചയമുള്ള റൂം തന്നെ പണ്ടേ വരുന്ന ഇവിടെ, അങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങി. ഇത്ര അനുഭവങ്ങൾ പലതുണ്ട്. അതെ, അസുഖങ്ങളൊക്കെ ആകുമ്പോഴും അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് നടത്തിക്കൊണ്ട് പോണേ, കിടത്തല്ലേ, വയ്യായികൊന്നും ഉണ്ടാവില്ലേ, കുട്ടികളുടെ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇതുവരെ അങ്ങനെയുള്ളൊരു ദോഷമൊന്നുമില്ല നമുക്ക്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി പോകുന്നു. ആദ്യമായിട്ടാണ് പിന്നെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നല്ലപോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് വന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, മോനൊരു കുട്ടി ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതെല്ലാം സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇട്ട്, ഇപ്രാവശ്യം അതേപോലെ വന്നിട്ട് എനിക്ക് നല്ലൊരു അനുഭവമാണ്. ഞാൻ വരുന്നത് മലപ്പുറത്തു നിന്നാണ്. ഞാൻ കൊറോണേൻ്റെ തൊട്ട് മുന്നേ ഉള്ള പൊങ്കാലയാണ് ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇടാൻ കഴിഞ്ഞില്ല. സോ ഭയങ്കര വിഷമമായിരുന്നു അത്. സോ ഇപ്രാവശ്യം എന്തായാലും ഇടണം എന്നുള്ള അമ്മേൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ എത്താൻ കഴിഞ്ഞു. അങ്ങനെ പൊങ്കാല ഇടണം എന്ന് തന്നെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ വർഷവും ഇടണം, എല്ലാ വർഷവും അമ്മ സാധിക്കട്ടെ, അങ്ങനെ. ഒരുപാട് ആഗ്രഹമുണ്ട്. അമ്മയുടെ മുന്നിലിരുന്ന് പൊങ്കാലയുടെ ഭയങ്കര ആഗ്രഹം, സാധിച്ചിട്ടില്ല. കാരണം തിരക്ക് കാരണവും പിന്നെ നമുക്ക് അവിടെ സൗകര്യം കിട്ടില്ലല്ലോ. നമ്മൾ ഈ നാട്ടുകാരൊന്നും പോലെ വരുന്നവരല്ലേ. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാതും സാധിച്ചിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ. എൻ്റെ മക്കളുടെ കാര്യങ്ങളായാലും ജോലിയായാലും കുട്ടികളായാലും ഒന്നിനും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. മക്കൾക്ക് 2നായാലും എല്ലാത്തിനും. ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല ഇടുന്നത്. പക്ഷേ അനുഗ്രഹത്തിൽ അമ്മ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇനി എന്നും അനുഗ്രഹിക്കട്ടെ, അതാ ഞങ്ങൾക്കുള്ള എല്ലാ വർഷവും വരണം എന്നുള്ള പ്രാർത്ഥന. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ. കോവിഡ് ഇവിടെ തന്നെ. പിന്നെ 3 വർഷം ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീടുണ്ട്, ഹസ്ബൻഡിൻ്റെ ചേട്ടനുണ്ട് മണ്ണന്തല, അവിടെ വെച്ചിട്ടായിരുന്നു അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ പിന്നെ ശാസ്തമംഗലത്ത് ആയിരുന്നു പൊങ്കാല ഇടുന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങനെ അമ്പലത്തിൽ പോകാനൊന്നും ഒരു സംഭവിക്കില്ല, തിരക്കായതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേ, സിറ്റിയിൽ നിന്ന് വിട്ടിട്ടല്ലേ കുറച്ചങ്ങോട്ട്. അപ്പോൾ പിന്നെ ഇവിടെ റൂം എടുത്ത് ഇവിടെ നിൽക്കാൻ തുടങ്ങിയ ശേഷം അങ്ങക്ക് എല്ലായിടും അമ്പലങ്ങളെല്ലാം പോയി. ഇന്നലെ കന്യാകുമാരി പോയി, വിവേകാനന്ദ പാറ പോയി, സുഖമായിട്ട് തൊഴുതു വന്നു. അപ്പം ഇനി ഇന്നലെ വൈകിട്ട് പഴവങ്ങാടി പോയി, ആറ്റുകാലിൽ പോയി. ആറ്റുകാലിൽ ശരിക്കും അകത്ത് കയറാനൊന്നും പറ്റില്ല. ഇന്നിനി ഉച്ചയ്ക്ക് പോകണം, ശ്രീ പത്മനാഭനെ കാണണം, ശ്രീകണ്ഠേശ്വരത്ത് പോകണം. എല്ലാവരെയും അവിടെ ഇരുന്നാലും ഞങ്ങൾ ദിവസവും വിളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഈ പൊങ്കാല അല്ലാത്ത സമയത്ത് വരാറുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളും തൊഴുതു പോകാറുണ്ട്.
കൂടുതലും പറയാനില്ല. അമ്മയുടെ നടയിൽ ഇടാൻ നല്ല ആഗ്രഹമുണ്ട്, പൊങ്കാല ഇടാൻ സാധിച്ചിട്ടില്ല. സാധിക്കണം അതിന് സാധിച്ചു തരുമെന്ന് പ്രതീക്ഷയാ. രണ്ടാമത്തെ പ്രാവശ്യത്തെ പൊങ്കാലയാണ്. മകന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, സാധിപ്പിച്ചെന്ന് അമ്മ. ആദ്യം മകൾക്ക് വേണ്ടിയിട്ട് അതും സാധിപ്പിച്ചെന്ന്, ഇപ്പം മകന് വേണ്ടിയിട്ടാണ് അതും സാധിപ്പിച്ചെന്ന്. ഇനിയുണ്ട് ഒരു പൊങ്കാലയുടെ മകന് സാധിപ്പിച്ചു തരും. അത്ര തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇടാൻ കഴിഞ്ഞിട്ടില്ല, പറ്റുമ്പോഴല്ല. ആദ്യകാലത്തെ വർഷമാണ്. പിന്നെ ഒരാൾ വിചാരിച്ച വഴിപാടാണ്, അവയ്ക്ക് സാധ്യപ്പെട്ടതിന് ഇനി എല്ലാ കൊല്ലം വരാൻ സാധ്യപ്പെടുത്തട്ടെ. പണ്ടത്തെ നല്ല മെച്ചത്തിലാണ് ഞാൻ. ഇനി അതിലും കൂടുതൽ മെച്ചമായി വരണം. എൻ്റെ മക്കൾക്ക് അനുഗ്രഹം വേണം. അന്നേരം മനസ്സ് ആഗ്രഹിച്ചു. വളരെ നല്ലൊരു അനുഭവം ഉണ്ടായി. ഇവിടെ നിന്ന് പൊങ്കാല ഇട്ടതിന് ശേഷം ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ചു. എൻ്റെ മോന് ഫ്ലൈറ്റിൽ പൈലറ്റായിട്ട് ജോലിക്ക് കയറി, അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ എയർ അറേബ്യയിൽ പൈലറ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതിന് ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ 5-6 വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്. എല്ലാം ഇവിടെ തന്നെയാണ്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. പിന്നെ അവർക്ക് ഓരോ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും പറയും. ഒരുപാട് ഇതേവരെ ഇത്രയും നാൾ പൊങ്കാല ഇടാൻ ഒരു നിമിഷം വയ്യാതെ കടന്നവരെ ഞങ്ങൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ്. പിന്നെ ഒരു തടസ്സവും ഇന്നേ വരെ അമ്മ ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല. എല്ലാ തടസ്സങ്ങളും മാറി, എല്ലാ നന്മകളും ഉണ്ടായി. നല്ല അനുഭവമാണ് അമ്മ തന്നിട്ടുള്ളത്. അമ്മയുടെ നടയിൽ നിന്ന് പൊങ്കാലിടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഞങ്ങൾ അതും ചെയ്തിരിക്കും. ഞങ്ങൾക്ക് അതാണ് ആഗ്രഹം. എൻ്റെ മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊങ്കാല ആരംഭിച്ചത്. ഇപ്പോൾ ചെറിയൊരു ജോലി ഉണ്ട്, ഇനി നമ്മൾ അത് ഉദ്ദേശിച്ച ഒരു ജോലി അമ്മ സാധിച്ചു തരണം. അത് ഈ പൊങ്കാലയോട് കൂടി സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്, കരുനാഗപ്പള്ളിക്കാരാണ്. അങ്ങനെ തന്നെ വലിയൊരു ആഗ്രഹമാണ് അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാല ഇടാനായിട്ട്. തീരെ വയ്യായിരുന്നു, എണ്ണിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഇന്നലെ വരെ. എന്തോ അമ്മ അനുഗ്രഹിച്ച് ഇതുവരെ എത്തിച്ചു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ദേവി കൊടുക്കട്ടെ. എല്ലാവർക്കും പൊങ്കാല ഇടുന്ന എല്ലാ ആളുകൾക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഞങ്ങളിപ്പോൾ അടുപ്പിച്ച് വരുന്നുണ്ട്. അടുപ്പിച്ചിപ്പോൾ ഒരു 4 വർഷം കൊണ്ട് ഞങ്ങൾ പൊങ്കാല ഇടാൻ വരുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ നടത്തി തരുന്നുണ്ട്. അടുത്ത വർഷം അമ്മയുടെ മണ്ണിൽ തന്നെ പൊങ്കാല നടത്തണമെന്നൊരാഗ്രഹമുണ്ട്. അത് അമ്മ ഇനിയും അനുഗ്രഹിക്കട്ടെ. തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വരണമെന്ന് വിചാരിച്ചതല്ല, എന്നിട്ടും പക്ഷെ ആ സമയമാകുമ്പോൾ നമ്മളെ ഇവിടെ കൊണ്ടുവരും അമ്മ. ഞങ്ങൾക്കൊന്നും തീരെ വയ്യാതിരിക്കുമായിരുന്നു, എന്നിട്ടും ഇല്ല. അതെന്തായാലും അമ്മയുള്ള കാലം വരെ ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. പൊങ്കാലയെ പറ്റിയിട്ട് നല്ല വിശേഷം തന്നെയാണ്. പിന്നെ എനിക്ക് പിന്നെ ഒരു മോനുണ്ടായിരുന്നു. മോനുള്ള സമയത്ത് ഞാനിവിടെ വന്നിട്ട് പിന്നെ എല്ലാ ദിവസങ്ങളും പൊങ്കാല ഇട്ടിട്ടുണ്ട്. ഇപ്പം കുഞ്ഞ് മരിച്ചുപോയി. പിന്നെ ഇപ്പം മരിച്ചണക്ക് ഇപ്പം ആദ്യമായിട്ട് വന്ന് പൊങ്കാല ഇടുവാണ്. ആഗ്രഹിച്ചിട്ടുണ്ട്. പാവുമ്പ എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ? എല്ലാ വർഷവും ഞങ്ങൾ കൊഞ്ചറവിള അമ്പലം ഇല്ലേ, ആ ക്ഷേത്രത്തിൽ അവിടെ നമുക്കൊരു ചേച്ചിയുണ്ട്, അവിടെ ആയിരുന്നു. അല്ല, ഞങ്ങൾ 4 പേരുണ്ട്. പൊങ്കാല വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗോവയിൽ നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 13 വർഷം കൊണ്ട് ഞങ്ങൾ ആറ്റുകാലമ്മയുടെ നടയിൽ ഞങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന ഒരു 3-ാം പൊക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ഗോവയ്ക്ക് തിരിച്ചു പോകുന്നത്. ഇന്ന് പൊങ്കാലയിട്ട് വൈകിട്ട് ഞങ്ങൾ കുത്തിയോട്ടവും അമ്മയുടെ നട തൊഴാനും പോകുന്നത്. പിന്നെ നാളെ രാവിലെ പഴവങ്ങാടിയിലും നമ്മുടെ ഏതമ്പലം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കയറി ദർശനമൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഗോവയിൽ നിന്ന് ഇങ്ങി വരണമെന്നുള്ള ഇതാണ്.
ഞങ്ങൾ എന്ത് ബുദ്ധിമുട്ടാണേലും ഞങ്ങൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തിയിരിക്കും. വിശേഷങ്ങൾ ഞാൻ ഇതിപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഈ പൊങ്കാല ഇടുന്നത്. എനിക്കിന്ന് പൊങ്കാല ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ദേവിയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് സമയമായപ്പോൾ എല്ലാം ഒത്തു. ഞാൻ പൊങ്കാല ഇടും. എനിക്കൊരു മോൻ വിവാഹിത ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, 34 വയസ്സായി. അമ്മയുടെ കൃപ കൊണ്ടല്ല, മോൻ്റെ കല്യാണം പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊങ്കാല ഇടുന്നത്. പിന്നെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അതെല്ലാം അമ്മയുടെ സാന്നിധ്യത്തിൽ എനിക്ക് തീർത്ത് കിട്ടണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പൊങ്കാല